ഇൻഡോറില് MBA-കാരി പെൺകുട്ടിയെ കൊന്ന കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു സൈക്കോ ആണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ദുർമന്ത്രവാദത്തിലും ആത്മാവ് തിരിച്ചു വരുന്ന കാര്യത്തിലൊക്കെ ആയാലും വിശ്വസിച്ചു. ഈ പെൺകുട്ടിയുമായിട്ട് ഉള്ള ബന്ധം ആണ് അയാളെ ആ കുട്ടിയെ കൊല്ലാനായിട്ട് പ്രേരിപ്പിക്കാൻ ആത്മാവിനെ തിരിച്ചു വരുത്താനും ശ്രമിച്ചത്. ഇപ്പം വരുന്ന വാർത്തകൾ ഇയാളെ അവിടെ നിന്ന് പെൺകുട്ടിയെ കൊന്ന ശേഷം വാട്സാപ്പിൽ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇനി ആ പെൺകുട്ടി തിരിച്ചു വരില്ല എന്ന് MBA-കാരി ഫസ്റ്റ് ഇയർ പെൺകുട്ടിയുടെ സഹോദരിക്ക് ഇയാൾ ഒരു മെസ്സേജ് അയച്ചു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേരെ അവൾ ഇനി തിരിച്ചു വരില്ല എന്ന്. ആ പെൺകുട്ടി നിരവധി തവണ മൂത്ത സഹോദരിയുടെ മൊബൈൽ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല, സ്വിച്ച് ഓഫ് ആണ്. എന്തായാലും പിതാവിനോട് MBA-കാരി 24 വയസ്സുകാരി പെൺകുട്ടി പറഞ്ഞത് തനിക്ക് തൻ്റെ ആധാർ കാർഡിലെ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതിന് കളക്ടറേറ്റിൽ പോകണം. അതുകൊണ്ടാണ് ഇൻഡോറിലെ കളക്ടറേറ്റിലെ പിതാവ് ആ കൊച്ചിനെ കൊണ്ട് വിട്ടത്. അതിനുശേഷം പീയൂഷുമായി ഒന്നിച്ചു പോവുകയും അയാളുടെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് ഇയാൾ ബലം പ്രയോഗിച്ച് ആ കുട്ടിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി വഴങ്ങിയില്ല, തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അയാൾ ശാരീരികമായ സുഖമില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു ടെക്നിക്ക് ഇറക്കി കുട്ടിയോട് പറഞ്ഞു, നിന്റെ കൈയും കാലും ഞാൻ ഒന്ന് കെട്ടിയിടും, അതിന് പ്രത്യേക ഒരു സമ്മാനം തരുന്നുണ്ട്. ആ പെൺകുട്ടി അത് വിശ്വസിച്ച് പാവം പൊട്ടിപ്പെണ്ണ് അത് അയാൾ കൈയും കാലും കെട്ടാൻ അനുവദിച്ചു. കൈയും കാലും കെട്ടി അവിടെ ബന്ധനസ്ഥയാക്കിയ ശേഷം ഇയാൾ അവളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് കഴുത്തി കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് മരിക്കോളം കഴുത്ത് മുറുക്കി. പെൺകുട്ടി മരിച്ചു എന്ന് കരുതിയപ്പം അയാൾ ആ കുട്ടിയെ നെഞ്ച് നോക്കി കത്തി കൊണ്ട് നിരന്തരം നിരവധി തവണ കുത്തി മലർത്തി. എന്നിട്ടും അവനെ ആ അരിശം തീർന്നില്ല. അവനൊരു സൈക്കോ ആണ്. അതൊന്നുമല്ല, ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആത്മാവിനെ വരുത്താനായിട്ട് അയാളുടെ മൊബൈലിൽ കൂടി അതിൻ്റെ ആപ്പുകളുണ്ട്, അതിൽ കൂടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പരാജയപ്പെട്ടു, വന്നില്ല ആത്മാവ്. ഇയാൾ പിന്നെ ആ വീട് പൂട്ടിയിട്ട് ഇയാൾ വെളിയിൽ പോയി. ഇയാൾ ബിയർ കഴിച്ചു. വീണ്ടും മടങ്ങി വന്നിട്ട് ആത്മാവിനെ ശരീരത്തിൽ പ്രവേശിക്കാൻ വീണ്ടും അതിനുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടും കുറെ അധികം പാടുപെട്ടു, നടന്നില്ല. അതിനുശേഷം ദുർമന്ത്രവാദത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മരിച്ചുപോയ കുട്ടിയായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ലൈവായി ഇയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്നവർ അവരുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു മെസ്സേജ് പെൺകുട്ടിയുടെ സഹോദരിക്കും പോയി. ഇയാൾ പലതവണ ഈ ആ ശരീരത്തിലെ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ അവിടുന്ന് കടന്നിട്ട് ഇയാൾ ആ വീട്ടിൽ നിന്ന് ബിയർ കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇയാൾ ആ ശരീരമായിട്ട് ബന്ധപ്പെടുകയും മരിച്ച ശരീരമായിട്ട് ബന്ധപ്പെടുകയും വീണ്ടും അവിടുന്ന് 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. മുറി പൊട്ടി പോകുന്നത് ചിലർ കണ്ടു, ഒരു ബാഗും തൂക്കിയിട്ട് കൂളായിട്ട് നടന്നു പോകുന്നത് കണ്ടു. ഏതായാലും പോലീസ് ഇയാളെ ലൊക്കേറ്റ് ചെയ്തത് ബോംബെയിൽ നിന്നാണ്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു. ഇയാളെ പോലീസിനോട് പറഞ്ഞു, എനിക്ക് സ്വല്പം സൗകര്യം തരണം. അന്ന് പറഞ്ഞ് ഇയാൾ ഇരുട്ടിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. എന്നിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീണ്ടും അത് ആത്മാവിനെ വരുത്താനുള്ള സാങ്കേതികവിദ്യ എവിടെയാണെന്ന് ആ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മൊബൈലിൽ കുറേ നേരം ഇരുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് മാനസികമായ ചില തകരാറുകൾ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഇയാൾ ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. വിച്ച് ക്രാഫ്റ്റൊക്കെ ഇയാൾ എവിടെ പഠിക്കുന്ന അറിയില്ല. ഇയാൾ സൈക്കോ ആണ്. നമുക്കറിയാം, ഇതേ രീതിയിലുള്ള ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ നമുക്ക് തിരുവനന്തപുരത്ത് അനുഭവം ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് അവിടെ നന്ദകോട് തന്നെ സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരിയെയും ആൻറ്റിയെയും ജോലിക്കാരെയൊക്കെ കൊന്ന ഒരു പയ്യനെ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അയാളും ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ചിന്തകളും ദുർമന്ത്രവാദത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു തലമുറ ഇന്ത്യയിലുണ്ട്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത്? അവർക്കൊക്കെ ശാസ്ത്രീയമായ ഒരു ബുദ്ധി കൈവരിച്ചിട്ടില്ല, സയന്റിഫിക് ആയിട്ടുള്ള ബുദ്ധികളൊന്നും കൈവിട്ടില്ല. ഇപ്പോഴും അന്ധവിശ്വാസത്തിൽ സഞ്ചരിക്കുന്നവരാണ്.
ഭൂരിപക്ഷം വരുന്ന ഈ രീതിയിലുള്ള വിദ്യാർത്ഥികളെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഫെബ്രുവരി 10 വീട്ടിലെത്തിയ ഇയാള് ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അപ്പം 2-2.5 മണിക്കൂറോളം സമയം എടുത്തിരിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് എന്തായാലും മൊബൈലിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാള് ദൃശ്യങ്ങളെല്ലാം ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള രീതിയിൽ മൊബൈൽ ഫോൺ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതൊന്നും ആ പെൺകുട്ടി കണ്ടില്ല. അവൻ്റെ കയ്യിലകപ്പെട്ടു പോയി, അത് കത്തിപ്പോയത്. ഇങ്ങനെയുള്ള ധാരാളം രോഗികളായ സൈക്കോകളായ ചെറുപ്പക്കാർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും എല്ലാ സ്ഥലവും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. അവരുമായിട്ട് ഒരു തരത്തിലും ചെങ്ങാത്തത്തിന് പോകരുത്, അവരുമായിട്ട് അസമയത്ത് പോകരുത്, അവർ പറയുന്ന സ്ഥലങ്ങളിൽ പോകരുത്. അവർ ക്ലാസ് കഴിഞ്ഞാൽ അത്യാവശ്യം സംസാരിച്ച് അവരവരുടെ വീട്ടിൽ പോകണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന, പഠിക്കാൻ വന്ന് താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തരുത്. ഇതുപോലെ അപകടം ഉണ്ടാവും. ആരെയും നിങ്ങൾ താമസിക്കുന്നിടത്ത് വിളിച്ചു വരുത്തരുത്. ധാരാളം കുട്ടികൾ ഇതേ രീതിയിൽ മാനസിക വിഭ്രാന്തിയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ. ശാസ്ത്രബോധം ഒട്ടും അവർക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.